അവിടെ ബംഗാളിലൊരു സവിശേഷ സാഹചര്യം എന്താന്ന് വെച്ചാൽ ഈ എല്ലാ സ്ഥലത്തും BJP ഒരു നെറേറ്റീവ് ഉണ്ട്, സവർണ ഫാസിസ്റ്റ് പാർട്ടിയാണ്. പക്ഷെ ബംഗാളിൽ ഈ സവർണ, അതായത് ഈ പൂജാരി ബ്രാഹ്മണ ഈ വോട്ട് ബാങ്ക് കൂടെ മമതയുടെ ഒപ്പമാണ്. പിന്നാക്ക OBC വോട്ട് ബാങ്ക് ആണ് BJPയുടെ ശക്തി. ഇപ്പൊ ടുഡേസ് ചാണക്യയുടെ പ്രഡിക്ഷൻ പ്രകാരം OBC SC ST വോട്ട് ബാങ്കിൽ ഏതാണ്ട് 70% ഇത്തവണ മേജർ ഷിഫ്റ്റ് BJPയിലേക്ക് വരുമെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന അപ്പർ ക്ലാസ് വോട്ട് ബാങ്ക് മമതയ്ക്കൊപ്പമാണ്, ഏതാണ്ട് 50%. ഒരു നിമിഷം ഇതും കൂടി ഒന്ന് കേൾക്കണം. ക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ചത് പൂജാരിമാർക്കും മസ്ജിദുകളിലെ ആൾക്കാർക്കും എന്ന് പറഞ്ഞില്ലേ? പൂജാരിമാർ ആധാർ കാർഡും തെളിവും ഹാജരാക്കണം പൂജാരിയാണെന്നുള്ളതിന്. മറ്റവർക്ക് ഒന്നും വേണ്ട, എഴുതി കൊടുത്താൽ മതി. കാരണം 27-30% വോട്ടർമാരുണ്ട്, മുസ്ലിം വോട്ടർമാർ. തുകയിലുണ്ട് വിവേചനം. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഈ മുസ്ലിം പൂജാരിമാർക്ക് വളരെ കുറച്ചാണ് കൊടുക്കുന്നത് താരതമ്യേന. അവിടെ പോലും വിവേചനം നടപ്പാക്കുന്നു. മനസ്സിലായോ? അപ്പൊ ആ പൂജാരിമാരിൽ എത്ര പേര് ഇപ്പൊ വോട്ട് ചെയ്യുമെന്നും കൂടി നമുക്ക് കാണാൻ പറ്റും.